ഓക്കെ, സോ സാംസങ്ങിൻ്റെ ലേറ്റസ്റ്റ് സാംസങ് S24 കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സൈഡിൽ നിന്ന് നിരന്തരമായിട്ട് കമൻറ്റ്സ് വരുന്നുണ്ട്. മിക്ക എല്ലാ വീഡിയോയുടെ താഴെ കമൻറ്റ് കാണാം. ഓക്കെ, ഈ S24 ആണെങ്കിലും ഈ S24 Plus ആണെങ്കിലും ഈ രണ്ട് ഫോൺസിലും സ്നാപ്ഡ്രാഗൺ 8 Gen 3 ആയിരുന്നുവെങ്കിൽ ഭയങ്കരമായിട്ട് ടെസ്റ്റിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്കിങ്ങനെ പറയാൻ പറ്റും, വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ, പക്ഷേ ഇത്തവണ സാംസങ് ട്വിസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടി രണ്ട് ഫോൺസിലും അറിയാലോ സാംസങ്ങിന്റെ സ്വന്തം എക്സിനോസ് 2400 ചിപ്സെറ്റ് ആണ് ഇട്ട് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ S24 നല്ലോണം ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു കാര്യം എന്തായാലും എടുത്ത് പറഞ്ഞേ പറ്റൂ, ഐ എം ഇംപ്രസ്ഡ്. എന്ന് വെച്ചാൽ ഈ ഫോൺ തരുന്ന എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പെർഫോമൻസ്, അതായത് ഇതിലുള്ള എക്സിനോസിന്റെ പെർഫോമൻസ് എന്നെ ആക്ച്വലി സർപ്രൈസ് ചെയ്തു. S24 ആണെങ്കിലും S24 Plus ആണെങ്കിലും വളരെ സിമിലർ ഫോൺസ് ആണ്. യെസ്, ബാറ്ററിയിൽ വ്യത്യാസമുണ്ട്, സൈസിൽ വ്യത്യാസമുണ്ട്, പിന്നെ ഡിസ്പ്ലേ റെസൊല്യൂഷൻ ഇത്തവണ കൂട്ടിയിട്ടുണ്ട്. ഈ ഫോൺസ് ഇറങ്ങുന്ന ഒരു സീസൺ ആയതുകൊണ്ട് ഈ രണ്ട് ഫോൺസും ടെസ്റ്റ് ചെയ്യാൻ പറ്റൂല. ഞാൻ ആക്ച്വലി S24 ആണ് സെലക്ട് ചെയ്തത്, കാരണം ഇത് കോമ്പാക്ട് ഫോൺ ആയതുകൊണ്ട് ഇതിന്റെ ഉള്ളിലുള്ള 2400 ചിപ്സെറ്റ് ഉണ്ടല്ലോ, അത് കാരണം ഹീറ്റിംഗ്, പെർഫോമൻസ്, ക്യാമറ എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇതിലായിരിക്കും ഏറ്റവും നല്ലോണത് പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ടാണ് S24 ടെസ്റ്റ് ചെയ്തത്. S24 Plusനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സ് എഴുതി അറിയിക്കുക. ഈ വീഡിയോയിൽ നമ്മൾ S24 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. പെട്ടെന്ന് അൺബോക്സിംഗ് കാണാം. സാംസങ്ങിന്റെ ടിപ്പിക്കൽ ബ്ലാക്ക് പാക്കേജിംഗ് ആണ്. അതിൽ ഫോണുണ്ട്, ഡോക്യുമെന്റ്സ്, Type-C ചാർജിംഗ് കേബിൾ, അത്രേ ഉള്ളൂ. കഴിഞ്ഞ വർഷം വന്ന ഈ S23നെ അപേക്ഷിച്ച് S24ന്റെ ഡിസൈൻ, അതായത് ഇൻ ഹാൻഡ് ഫീൽ ഡിസൈൻ ബിൽഡിൽ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വന്ന S23ൽ ചെറിയൊരു കർവ് ഉണ്ടായിരുന്നു, ഫ്രെയിം പൊടിക്ക് ഇങ്ങനെ കർവ് ആയിരിക്കുകയായിരുന്നു. ഇത്തവണ വന്നിരിക്കുന്ന S24ൽ കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് ഫ്രെയിം ആണ് വന്നിരിക്കുന്നത്. സോ നമുക്ക് ഐഫോണിന്റെ ഒരു ഫീലാണ് ഇത്തവണ വന്നിരിക്കുന്ന S24 തരുന്നത്. എക്സാക്ട്ലി അതെ, ആ ഒരു കർവ്ഡ് കോർണേഴ്സ് ആണെങ്കിലും ഫ്ലാറ്റ് ഫ്രെയിം ആണെങ്കിലും ഐഫോണിന്റെ ഫീലാണ് കിട്ടുന്നത്. സോ കാണാൻ കുറച്ചും കൂടി രസം S24 ആണെങ്കിലും കയ്യിൽ ഹോൾഡ് ചെയ്യാൻ കുറച്ചും കൂടി കംഫർട്ടബിൾ S23 ആണ്. ഓക്കെ, എന്നാൽ നിങ്ങൾ ഈ രണ്ട് ഫോൺസ് മിക്കവാറും കവർ അല്ലെങ്കിൽ കേസ് ഇട്ടായിരിക്കും ഉപയോഗിക്കാൻ പോകുന്നത്. അങ്ങനെ ആകുമ്പോൾ വലിയ വ്യത്യാസമൊന്നും നിങ്ങൾ നോട്ടീസ് ചെയ്യാൻ പോകുന്നില്ല. പിന്നെ S23യുടെ ഈ ഫ്രെയിം ഉണ്ടല്ലോ, ഫ്രെയിം കുറച്ചും കൂടി ഗ്ലോസി ആയിരുന്നു S23യുടെ. ഇത്തവണ വന്നിരിക്കുന്ന ഫ്രെയിം നല്ല മാറ്റ് ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. സോ കയ്യിലുള്ള അഴുക്കൊന്നും അവിടെ പറ്റി പിടിക്കുന്നില്ല. സോ അതും നല്ലൊരു പോസിറ്റീവ് പോയിന്റ് ആണ്. പിന്നെ സൈഡിലുള്ള ബട്ടൺസ് ഉണ്ടല്ലോ, പവർ ബട്ടൺ ആണെങ്കിലും വോളിയം റോക്കർ ആണെങ്കിലും അതും ഫ്രെയിം പോലെ തന്നെ ഫ്ലാറ്റ് ആക്കിയിട്ടുണ്ട്. അവിടെയും ചെറിയൊരു ഐഫോണിന്റെ കട്ടുണ്ട്. പിന്നെ ബോട്ടം ഫയറിംഗ് സ്പീക്കർ നോക്കുകയാണെങ്കിൽ ഇവിടെയും ചെറിയൊരു ഡിസൈനിൽ വ്യത്യാസമുണ്ട്. കഴിഞ്ഞ വർഷം ഒരു ഗ്രില്ലിന്റെ ഷേപ്പിലായിരുന്നു, ഇത്തവണ ഒരു ഓപ്പൺ സ്ലോട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. ബാക്കി ഡിസൈനും ബിൽഡൊക്കെ എക്സാക്ട്ലി സെയിം ആണ്. അതേ സെയിം കോമ്പാക്ട് ഫാക്ടർ ഉണ്ട്, എക്സാക്ട് വെയിറ്റ്, എക്സാക്ട് തിക്നെസ് ആണ്. ബാക്കിൽ അതേ സെയിം ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2ന്റെ പ്രൊട്ടക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അതേ IP റേറ്റിംഗ് വരുന്നുണ്ട്. ഇവൻ ആ ക്യാമറ മോഡ്യൂൾ, ആക്ച്വലി ഈ ക്യാമറ മോഡ്യൂൾ സാംസങ്ങിന്റെ എല്ലാ ഫോൺസിലും വരുന്നുണ്ട്. ഇപ്പൊ ഇതാണ് സാംസങ്ങിന്റെ ട്രേഡ് മാർക്ക് ക്യാമറ മോഡ്യൂൾ. സോ നോ മേജർ ചേഞ്ചസ് ഡിസൈനും ബിൽഡ് നോക്കുകയാണെങ്കിൽ. എന്നാൽ ഡിസ്പ്ലേയുടെ സൈസ് പൊടിക്ക് കൂട്ടിയിട്ടുണ്ട്. S23ൽ 6.1 ആയിരുന്നു, ഇത്തവണ 6.2 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. ഫോണിന്റെ സൈസ് കൂട്ടാതെ ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള ബെസൽസ് ഉണ്ടല്ലോ, അത് പൊടിക്ക് കുറച്ചിട്ടാണ് ഈ 0.1 ഇഞ്ചിന്റെ ഒരു എക്സ്ട്രാ ഡിസ്പ്ലേ സൈസ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, എന്നാൽ പ്രാക്ടിക്കൽ യൂസിൽ ഡിസ്പ്ലേയുടെ സൈസ് തമ്മിൽ അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല. യെസ്, ബെസലിന്റെ സൈസ് കുറച്ചിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ, പക്ഷേ അതൊക്കെ ഈ രണ്ട് ഫോൺസ് ചേർത്ത് പിടിക്കുമ്പോഴേ നമ്മൾ അറിയുന്നുള്ളൂ. അങ്ങനെ ഭയങ്കരമായ ഒരു മാറ്റമൊന്നും ഡിസ്പ്ലേയുടെ സൈസിൽ വന്നിട്ടില്ല. എന്നാൽ ഇത്തവണ പീക്ക് ബ്രൈറ്റ്നസ് കൂട്ടിയിട്ടുണ്ട്. 2600 നിറ്റ്സ്, അതായത് S24 അൾട്രയിലുള്ള എക്സാക്ട്ലി സെയിം പീക്ക് ബ്രൈറ്റ്നസ് ആണ് S24ലും വരുന്നത്. S23യുടെ ഡിസ്പ്ലേ ഓൾറെഡി അത്യാവശ്യം ബ്രൈറ്റ് ഒക്കെ ആയിരുന്നു, ഔട്ട്ഡോർ വലിയ ഇഷ്യൂ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇത്തവണ കുറച്ചും കൂടി ക്ലിയർ ആണ്, കുറച്ചും കൂടി വിസിബിൾ ആണ്, അത്രേ ഉള്ളൂ. പിന്നെ ഈ വർഷം വന്നിരിക്കുന്ന S24 ആണെങ്കിലും S24 Plus ആണെങ്കിലും അൾട്ര ആണെങ്കിലും ഇതിന്റെ ഡിസ്പ്ലേയുടെ കാലിബ്രേഷൻ ഉണ്ടല്ലോ, ആ ഒരു കളേഴ്സ്, അതിൽ ചെറിയ ഒരു മാറ്റം സാംസങ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് അത്രയും വൈബ്രന്റ് അല്ല. ഞാൻ സൈഡ് ബൈ സൈഡ് കാണിച്ചു തരാം S23 and S24. ഞാൻ പറഞ്ഞില്ല, ഈ പറഞ്ഞ വ്യത്യാസങ്ങൾക്ക് വളരെ മിനിമം ആണ്. സോ ഈ രണ്ട് ഫോൺസ് ചേർത്ത് പിടിക്കുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ. ഓക്കെ, പക്ഷേ ആ ഒരു വ്യത്യാസം ഉണ്ട്. സാംസങ് പറയുന്നതനുസരിച്ച്, അപ്പോൾ എക്സാക്ട്ലി സാംസങ് ആണോ എന്നറിയില്ല, ഒരു ട്വീറ്റ് ഞാൻ കണ്ടായിരുന്നു. സോ സാംസങ് പറയുന്നതനുസരിച്ച് അവരുടെ ഡിസ്പ്ലേ കുറച്ചും കൂടി ഒന്ന് കളർ ആക്യുറേറ്റ് ആക്കുന്നുണ്ട്. ഐഫോണിന്റെ ഡിസ്പ്ലേ കണ്ടിട്ടില്ല, നല്ല കളർ ആക്യുറേറ്റ് ആണ്. അതേ രീതിയിൽ സാംസങ് അവരുടെ ഡിസ്പ്ലേ ഉള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കത്തലുണ്ടല്ലോ, അത് കുറച്ചിട്ട് അതിനെ കുറച്ചും കൂടി കളർ ആക്യുറേറ്റ് ആക്കാൻ നോക്കുകയാണ്. എനിക്കും അങ്ങനെയാണ് തോന്നിയത്. പക്ഷേ സാംസങ്ങിന്റെ സൈഡിൽ നിന്ന് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒന്നും വന്നിട്ടില്ല എന്ന് തോന്നുന്നു. സ്പീക്കർ പെർഫോമൻസിലും ഇംപ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. ഒരു പക്ഷേ ആ സ്പീക്കറുടെ ഡിസൈൻ മാറ്റിയതുകൊണ്ടാവാം, എന്താണെന്ന് അറിയില്ല. പക്ഷേ കുറച്ചും കൂടി ബേസും ക്ലാരിറ്റി നമുക്ക് S24 സ്പീക്കേഴ്സിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ അവിടെയും ചെറിയൊരു ഇംപ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ആണ് നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന ടോപ്പിക്, അതായത് സാംസങ്ങിന്റെ സ്വന്തം എക്സിനോസ് 24 ചിപ്സെറ്റ്. എൻ്റെ ഇതുവരെയുള്ള ടെസ്റ്റിംഗിൽ ഞാൻ പറഞ്ഞല്ലോ, ഐ എം വെരി സാറ്റിസ്ഫൈഡ്. ഞാൻ ഹാപ്പിയാണ്. അതായത് എക്സിനോസ് ആയതുകൊണ്ട്
ഞാൻ ഭയങ്കര ഡൗട്ട്ഫുൾ ആയിരുന്നു. ഞാനെന്നല്ല, മിക്ക എല്ലാവരും ഡൗട്ട്ഫുൾ ആയിരുന്നു. ഓക്കെ, സോ ആ ഒരു ചെറിയ നെഗറ്റീവ് അല്ലെങ്കിൽ പെസിമിസ്റ്റിക് മെന്റാലിറ്റിയോടെയാണ് ഞാൻ ചെക്ക് ചെയ്തത്. ചെക്ക് ചെയ്തതിനു ശേഷം ഐ എം ആക്ച്വലി റിയലി ഹാപ്പി. ഈ ത്രോട്ട്ലിംഗ് ടെസ്റ്റ് റിസൾട്ട് കണ്ടോ, 74% കിട്ടുന്നുണ്ട്. ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ നല്ല സ്കോർ ആണ്. എന്നാൽ ഞാൻ ഒന്നോടെ അപ്പം തന്നെ റൺ ചെയ്ത് നോക്കി. രണ്ടാം തവണ ടെസ്റ്റ് ചെയ്തതിനു ശേഷം 78% ആണ് കിട്ടിയത്. എന്നാൽ ആ മാക്സിമം ജിഫ് സ്കോർ കണ്ടോ, മാക്സിമം പവർ, അത് ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിലും 78% ത്രോട്ട്ലിംഗ് റിസൾട്ട് ഇസ് എ വെരി ഗുഡ് സ്കോർ. നല്ല ഇംപ്രൂവ്മെന്റ് ഈ ഒരു Exynos 2400 ചിപ്സെറ്റിൽ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും. അതിനുശേഷം ഈ ഫോൺ ഹീറ്റ് ആയോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഹീറ്റ് ആയി. ഈ ഫോൺ എന്നല്ല, ഏത് ചിപ്സെറ്റ് ആണെങ്കിലും 2 തവണ നമ്മൾ അടുപ്പിച്ച് ത്രോട്ട്ലിംഗ് ടെസ്റ്റ് അല്ലെങ്കിൽ ഈ ബെഞ്ച് മാർക്ക് ടെസ്റ്റ് റൺ ചെയ്യുമ്പോൾ ഹീറ്റ് ആവും. എന്നാൽ ഓവർ ഹീറ്റിംഗ് അല്ലെങ്കിൽ ഹീറ്റ് കാരണം ത്രോട്ട്ലിംഗ്, അതായത് സ്റ്റക്ക് ആവുന്നു, അങ്ങനെ സംഭവങ്ങളൊന്നും ഞാൻ ഫേസ് ചെയ്തില്ല. ആക്ച്വലി ഞാനും ആദർശം ഞങ്ങൾ രണ്ടുപേരും ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. വെറുതെ ഇരുന്ന് ഹീറ്റ് ആവുന്ന സംഭവം ഉണ്ടല്ലോ, പണ്ടൊക്കെ Exynosന് ഉണ്ടായിരുന്നു. നമ്മൾ ഫോർ എക്സാമ്പിൾ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നു, കുറേ നേരം യൂസ് ചെയ്തതിനു ശേഷം ഓട്ടോമാറ്റിക്കലി ഒരു ചെറിയൊരു ഇളം ചൂട് ഇങ്ങനെ തുടങ്ങും കയ്യിൽ ഫീൽ ആവാൻ. അങ്ങനത്തെ ഒരു തരത്തിലുള്ള എക്സ്പീരിയൻസ് ഈ ഫോണിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഫ്രാങ്ക്ലി. ഹെവി ഗെയിംസ് ഫോർ എക്സാമ്പിൾ ഗെൻഷിൻ ആണെങ്കിലും BGMI ആണെങ്കിലും നമ്മൾ കളിക്കാൻ തുടങ്ങുമ്പോൾ ഫസ്റ്റ് ഒരു 10 മിനിറ്റ് ഉണ്ടല്ലോ, അതിനുശേഷം ചെറിയ രീതിയിലുള്ള ഹീറ്റിംഗ് നമുക്ക് ഫീൽ ആവും. അതായത് ഒരു ഉണ്ടല്ലോ ഗെയിമിംഗ് കളിക്കുമ്പോഴുള്ള ഹീറ്റ്, അത് പൊടിക്ക് ഇങ്ങനെ കയറി വരും. എന്നാൽ 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ആ ഹീറ്റ് ഓട്ടോമാറ്റിക്കലി കുറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു വേപ്പർ ചേമ്പർ കൂളിംഗ് ഉണ്ടല്ലോ, അത് നല്ലോണം സാംസങ് ഓപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ല, നെക്സ്റ്റ് 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ആ ഹീറ്റിംഗ് കുറഞ്ഞിട്ട് നമ്മൾ ഈ നോർമലി ഗെയിമിംഗ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ചെറിയ പൊടിക്കുകൾ വാംത്ത് അത് ഉണ്ടായിരുന്നുള്ളൂ. സോ ഓവർ ഹീറ്റിംഗ് ത്രോട്ട്ലിംഗ് ഒന്നും എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ ഈ S24 ഫേസ് ചെയ്തില്ല. അങ്ങനെ പറയുമ്പോഴും ഈ S24 Exynos 2400 ചിപ്സെറ്റ് ഉണ്ടല്ലോ, അത് ലേറ്റസ്റ്റ് ആയി വന്നിരിക്കുന്ന Qualcomm Gen 3-നേക്കാളും മികച്ച ചിപ്സെറ്റ് ആണ്, അല്ലെങ്കിൽ അതിനേക്കാളും ബെറ്റർ പെർഫോമൻസ് കിട്ടുന്നുണ്ട്? ഇല്ല, അത്ര ഒന്നും കിട്ടുന്നില്ല. ഓക്കെ, സോ വെറുതെ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്, അത്ര ഒന്നും കിട്ടുന്നില്ല. എന്നാൽ 8 Gen 2 ഉണ്ടല്ലോ, കഴിഞ്ഞ വർഷം വന്ന 8 Gen 2, അതായത് ഈ S23 8 Gen 2, അതിനേക്കാളും പൊടിക്ക് ബെറ്റർ പെർഫോമൻസ് കിട്ടുന്നുണ്ട്. സോ ഓവറോൾ 8 Gen 2യുടെ മേളിലാണെങ്കിലും 8 Gen 3യുടെ താഴെയാണെന്ന് പറയാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ BGMI നല്ല എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. 90 FPS അൺലോഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ്, വളരെ സ്മൂത്ത്ലി കളിക്കാൻ പറ്റുന്നുണ്ട്. ഈവൻ ഗെൻഷിൻ ആണെങ്കിലും 60 FPS നമുക്ക് ഗെയിം പ്ലേ കിട്ടുന്നുണ്ട്. നല്ല സ്മൂത്ത് ആണ്, വലിയ ഇഷ്യൂ ഒന്നുമില്ല. സോ ഗെയിമിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം. നിങ്ങളൊരു പ്രോപ്പർ ഗെയിമിംഗ് ഫോൺ, അതായത് ഗെയിമിംഗ് ആണ് നിങ്ങളുടെ മെയിൻ ലക്ഷ്യമെങ്കിൽ ഇതിനേക്കാളും മികച്ച ഫോൺ ഈ പ്രൈസിലുണ്ട്. ഇപ്പോൾ OnePlus 12 ഉണ്ട്, 12R ഉണ്ട്, iQOO 12 ഉണ്ട്. ഇപ്പം iQOO Neo 9 Pro വരുന്നുണ്ട്. അത് 35 രൂപയ്ക്കാണ് 8 Gen 2 ചിപ്സെറ്റ് തരാൻ പോകുന്നത്. സോ അതൊക്കെയാണ് ഈ ഗെയിമിങ്ങിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്നുള്ള ഫോൺസ്. പക്ഷേ നിങ്ങൾ ഈ ഫോൺ വാങ്ങിച്ചാലും അത്യാവശ്യം രീതിയിലുള്ള ഗെയിമിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഫോണിൽ നിന്ന് കിട്ടിയത്. ഓക്കെ, ലേറ്റസ്റ്റ് Android 14 ആണ് വിത്ത് ലേറ്റസ്റ്റ് OneUI 6.1. ആപ്പിന്റെ ഓപ്പണിംഗ് ക്ലോസിംഗ്, ആപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുന്നതും റാം മാനേജ്മെന്റ്, അതൊക്കെ നൈസ് ആയിട്ട് സാംസങ് ഓപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. സോ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യാൻ പോകുന്നില്ല. പിന്നെ ഇത്തവണ വന്നിരിക്കുന്ന OneUI 6.1ന്റെ ആനിമേഷൻസ് സാംസങ് ചെറുതായിട്ട് ട്വീക്ക് ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടി ഒരു പോളിഷ്ഡ് ലുക്ക് കിട്ടുന്നുണ്ട്. അതായത് നമ്മൾ ഈ ആപ്പ് ഓപ്പൺ ക്ലോസ് ചെയ്യുമ്പോൾ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പോയിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, തീർച്ചയായിട്ടും നമ്മുടെ ഐഫോൺ അല്ലെങ്കിൽ iOSന്റെ ലെവലിലേക്ക് എത്തിയിട്ടില്ല, എന്നാലും നല്ലതാണ്. പിന്നെ ഈ S24 Ultraയിൽ കണ്ട AI ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, അതായത് സർക്കിൾ ടു സെർച്ച് ആണെങ്കിലും നോട്ട്സ് അസിസ്റ്റ്, മെസ്സേജ് അസിസ്റ്റ്, കോൾ ട്രാൻസ്ലേഷൻ, പിന്നെ ഫോട്ടോ എഡിറ്റിങ്ങിലുള്ള AI ഫീച്ചേഴ്സ്, എല്ലാ ഫീച്ചേഴ്സും നമുക്ക് S24 കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ അറിയാലോ ഇത്തവണ സാംസങ് 7 വർഷത്തേക്കുള്ള ആൻഡ്രോയിഡ് അപ്ഡേറ്റ് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. 7 years തരുമോ ഇല്ലയോ എന്ന് അറിയില്ല. ഓക്കെ, ഇനി അവർ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ഇനി 4 വർഷമാണെങ്കിൽ 4 വർഷം, ബാക്കി 3 വർഷം നമുക്ക് ബോണസ് ആയിട്ട് എടുക്കാമല്ലോ. നല്ലൊരു കാര്യം തന്നെയാണ്. അതിന്റെ ഒരു പ്രാക്ടിക്കൽ അഡ്വാൻറ്റേജ് എന്താണെന്ന് അറിയാം. നിങ്ങൾ ഇപ്പം ഈ S23 എടുക്കുകയാണെങ്കിൽ അറിയാലോ 1 വർഷം എന്തായാലും കഴിഞ്ഞു. സോ 3 വർഷത്തെ അപ്ഡേറ്റ് കിട്ടുള്ളൂ. ഈ S24 നമ്മൾ 2 വർഷം അല്ലെങ്കിൽ ഈവൻ 3 വർഷം കഴിഞ്ഞിട്ട് എടുത്താലും ഇനിയും 4 വർഷത്തെ അപ്ഡേറ്റ് കിടപ്പുണ്ട്. സോ തീർച്ചയായിട്ടും നല്ലൊരു പോസിറ്റീവ് സ്റ്റെപ്പ് തന്നെയാണ്. നല്ല ഫോട്ടോസ് ആണ് എടുക്കുന്നത്. അതായത് ഒരു സാംസങ്ങിന്റെ ടച്ച് ഉണ്ട്. ആ കളേഴ്സ് ആണെങ്കിലും ആ ഒരു കോൺട്രാസ്റ്റ് ആണെങ്കിലും ഒക്കെ ഭയങ്കരമായിട്ടുള്ള ബൂസ്റ്റിംഗ് ഒന്നും ഇവിടെ നടക്കുന്നില്ല. എന്നാൽ ഓവറോൾ ലുക്കും കളേഴ്സൊക്കെ നൈസ് ആണ്. ഈവൻ പോർട്രേറ്റ് ഫോട്ടോസിലുള്ള എഡ്ജ് ഡിറക്ഷൻ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ലോണം ട്രാക്ക് ചെയ്തതിന്റെ ഇഷ്യൂ ഒന്നുമില്ല. ഈവൻ HDR ആണെങ്കിലും ഈ ഫോട്ടോ കണ്ടില്ലേ, ബാക്ക്ഗ്രൗണ്ടിൽ അത്യാവശ്യം ലൈറ്റും സ്കൈ ഒക്കെ ഉണ്ടെങ്കിലും ഫേസ് ഒക്കെ നല്ല ക്ലിയർ ആണ്. സോ ഓവറോൾ ഞാൻ ഇതിന്റെ ക്യാമറ പെർഫോമൻസിൽ ഹാപ്പിയാണ്. പിന്നെ S23 വെച്ച് എടുക്കുന്ന ചില ഫോട്ടോസിൽ ചിലപ്പോഴൊക്കെ നമ്മുടെ സ്കിൻ ടോൺ ഓറഞ്ച് ആക്കി കളയും, ചിലപ്പോഴൊക്കെ യെല്ലോ ആക്കി കളയും. കുറച്ചും കൂടി നാച്ചുറൽ സ്കിൻ ടോൺ നമുക്ക് S24 കിട്ടുന്നുണ്ട്. എന്നാൽ ടെലിഫോട്ടോ ക്യാമറയുടെ ആ ഒരു ഷട്ടർ സ്പീഡ് ഉണ്ടല്ലോ, അത് സാംസങ് കൂട്ടണം. ചിലപ്പോഴൊക്കെ നമ്മൾ ഈ പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കുമ്പോൾ, അതായത് 3x പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കുമ്പോൾ ബ്ലറായി വരുന്നുണ്ട്, ഒന്നോടെ എടുക്കേണ്ടി വരുന്നുണ്ട്. സെൽഫി ക്യാമറ പെർഫോമൻസിൽ അങ്ങനെ ഭയങ്കരമായ മാറ്റമൊന്നും വന്നിട്ടില്ല. ആ സ്കിൻ ടോൺ കുറച്ചും കൂടി നാച്ചുറൽ
കളറിലാക്കിയിട്ടുണ്ട് ഇത്തവണ. അത്രേ ഉള്ളൂ, അങ്ങനെ ഭയങ്കര വ്യത്യാസമൊന്നുമില്ല. സോ ഇതാണ് സാംസങ് S23 ആൻഡ് S24ൻ്റെ സെൽഫി ക്യാമറ വെച്ച് എടുത്തുകൊണ്ടിരിക്കുന്ന 4K 30 FPS വീഡിയോ. ബേസിക്കലി ഒരു കമ്പാരിസൺ വീഡിയോ എന്നൊക്കെ പറയാൻ പറ്റും. ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് തോന്നുന്നു എക്സാക്ട്ലി സെയിം ആണ്. ആ ഒരു കളർ ടോണിൽ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ S23 ചെറിയൊരു, ഇപ്പം നേരിട്ട് കാണുമ്പോൾ ചെറിയൊരു മെജൻറ്റ ഒരു സാധനം ഉണ്ട്, ഒരു ചെറിയ എന്തോ ഒരു കളർ ടോൺ ഉണ്ട്. ഇവിടെ കുറച്ചും കൂടി നാച്ചുറൽ കളേഴ്സ് ആണെന്ന് തോന്നുന്നു. സോ ഇത് വീഡിയോയിൽ മാത്രമല്ല, ഈവൻ ഫോട്ടോസിലും ഈ കളർ ടോണിൻ്റെ വ്യത്യാസം, അതായത് S24ൽ കുറച്ചും കൂടി നാച്ചുറൽ കളർ ടോൺസ് കിട്ടുന്നുണ്ട് ഫോട്ടോസിലും. സോ നല്ല ക്യാമറ പെർഫോമൻസ് ഉണ്ട്. S23 വെച്ച് നോക്കുമ്പോൾ ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ട്. എന്നാൽ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള, അതായത് എടുത്തു പറയത്തക്ക തരത്തിലുള്ള ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഒന്നുമില്ല. ചെറിയ ചെറിയ ട്വീക്കിംഗ് ചെയ്തിട്ടുണ്ട്. അതായത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരുമ്പോൾ വരുന്ന ട്വീക്കിംഗ് ഉണ്ടല്ലോ, അതേ നടന്നിട്ടുള്ളൂ. ബാറ്ററി ബാക്കപ്പിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അങ്ങനെ ഭയാനകമായ ബാറ്ററി ബാക്കപ്പ് ഒന്നും കിട്ടുന്നില്ല. പ്ലസ് ഇതൊരു കോമ്പാക്ട് ഫോണാണ്, 4000 mAh ബാറ്ററിയെ കിട്ടുന്നുള്ളൂ. ഓക്കെ, ആ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ 6 hours to 6.5 hours സ്ക്രീൻ ടൈം കിട്ടുന്നുണ്ട്. ഒരു മോഡറേറ്റ് ടു ഹെവി യൂസ് ആണെങ്കിൽ, അതായത് ഗെയിമിങ്ങും വീഡിയോ റെക്കോർഡിംഗ് ഞാൻ കാണിച്ചു തരാം, ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഗെയിമിംഗ്, വീഡിയോ റെക്കോർഡിംഗ്, ഫോൺ കോൾ, മൂവി, യൂട്യൂബ് നിങ്ങളെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 6 hours to 6.5 hours ഒരു ബാറ്ററി ബാക്കപ്പ് കിട്ടും. ഇനി ലൈറ്റ് ആൻഡ് മോഡറേറ്റ് യൂസ് ആണെങ്കിൽ 7 hours മുകളിൽ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ബാറ്ററി ബാക്കപ്പ് ഐ ആം സാറ്റിസ്ഫൈഡ്. ആക്ച്വലി Exynos ചിപ്സെറ്റ് ആയതുകൊണ്ട് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു ബാറ്ററി ബാക്കപ്പിൽ ഇഷ്യൂ വരാൻ ചാൻസ് ഉണ്ടോ ഇല്ലെന്ന്. പക്ഷേ അങ്ങനത്തെ പ്രോബ്ലം ഒന്നുമില്ല, നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. S23 ഉണ്ടായിരുന്ന സെയിം 25 വാട്ടിൻ്റെ ചാർജിങ് സപ്പോർട്ടാണ് ഇത്തവണ വന്നിരിക്കുന്നത്. ആ സെയിം വയർലെസ് ചാർജിങ്, റിവേഴ്സ് വയർലെസ് ചാർജിങ്ങിൻ്റെ ഫീച്ചർ ഇത്തവണയും കൊടുത്തിട്ടുണ്ട്. പിന്നെ 5G നെറ്റ്വർക്ക് സ്പീഡ് ആണെങ്കിലും വൈഫൈ സ്പീഡ് ആണെങ്കിലും കോളിംഗ് പെർഫോമൻസ്, ഇയർ പീസിൻ്റെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയാണ്. ആ പോയിന്റ് ഓഫ് വ്യൂ ഒരു ഇഷ്യൂ ഞാൻ ഇതൊരു ഫേസ് ചെയ്തിട്ട്. സോ നെറ്റ്വർക്ക് ഡ്രോപ്പ് ആവുന്നു, കോൾ ഡ്രോപ്പ് ആവുന്നു, അങ്ങനത്തെ ഇഷ്യൂ ഒന്നുമില്ല. ഓക്കെ, പിന്നെ ഫിംഗർ പ്രിന്റ് സ്കാനർ അറിയാലോ, നല്ലോണം വർക്ക് ആവുന്നുണ്ട്. പിന്നെ സാംസങ്ങിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഫോൺസിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, നോക്സ് സെക്യൂരിറ്റി, സാംസങ് ഡെക്സ്, സെക്യൂർ ഫോൾഡർ, സാംസങ് വാളറ്റ്, ഈ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും ഇത്തവണയും വന്നിട്ടുണ്ട്. സോ ഈ S24ൻ്റെ ബേസ് വേരിയന്റ് 8GB 256GB വേരിയന്റ് പ്രൈസ് ആണ് 79,999 രൂപ. S23യുടെ അതേ പ്രൈസിലാണ് ഇത്തവണ S24 ഇറക്കിയിരിക്കുന്നത്. അതായത് ആ ഒരു റാം സ്റ്റോറേജ് വേരിയന്റ് നോക്കുകയാണെങ്കിൽ, കാരണം കഴിഞ്ഞ വർഷം 8GB 128GB ഉണ്ടായിരുന്നു, അതിന്റെ പ്രൈസ് എനിക്ക് തോന്നുന്നു 75 രൂപയായിരുന്നു. ഇത്തവണ ആ ഒരു വേരിയന്റ് ഇല്ല, നന്നായി. കാരണം അതിൽ UFS 3.1 സ്റ്റോറേജ് ആയിരുന്നു, ഇത്തവണ UFS 4.0 സ്റ്റോറേജ് ആണ് ബേസ് വേരിയന്റിൽ തന്നിരിക്കുന്നത്. എൻ്റെ സജഷൻ ആയിരിക്കും, അതായത് കൺഫ്യൂഷൻ ഉണ്ടല്ലോ, S23 എടുക്കണോ S24 എടുക്കണോ, കാരണം അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഈ രണ്ട് ഫോൺസും സെയിം പ്രൈസിൽ കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ S24 റെക്കമെൻഡ് ചെയ്യുള്ളൂ, കാരണം അപ്ഡേറ്റഡ് ഫോണാണ്. ഇനി നമ്മൾ കുറച്ചും കൂടി പ്രൈസിനെ വലിച്ചു പിടിക്കുകയാണെങ്കിൽ ഒരു 10,000 രൂപ എക്സ്ട്രാ കൊടുത്തിട്ട് നിങ്ങൾക്ക് S24 കിട്ടുന്നുണ്ടെങ്കിൽ, അതായത് 8GB 256GB വേരിയന്റ്, അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. 8/128 അല്ല, കാരണം അതിൻ്റെ പ്രൈസ് എന്തായാലും കുറവായിരിക്കും. സോ 8/256GB രണ്ട് ഫോൺസിൻ്റെ നിങ്ങൾ കിട്ടുന്നുണ്ട്. മാക്സിമം 10,000 rupees കൂടി എക്സ്ട്രാ കൊടുത്തിട്ട് നിങ്ങൾക്ക് S24 കിട്ടുന്നുണ്ടെങ്കിൽ S24 എടുക്കുക, അല്ലെങ്കിൽ S23 എടുത്തോളൂ. എൻ്റെ ഒരു ഊഹം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാലോ S23 പ്രൈസ് അത്യാവശ്യം ഓഫർ സമയത്ത് സാംസങ് കുറച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനേക്കാളും കൂടുതൽ ഡിസ്കൗണ്ട് S24 കിട്ടാൻ ചാൻസ് ഉണ്ട്, കാരണം ഇത് സാംസങ്ങിൻ്റെ Exynos ചിപ്സെറ്റുമായാണ് വരുന്നത്. സോ എനിക്ക് തോന്നുന്നു ഇതിൽ കൂടുതൽ ഡിസ്കൗണ്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സോ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു ഊഹം, എൻ്റെ ഒരു സജഷനാണ് ഞാൻ പറഞ്ഞത്. ബാക്കി നിങ്ങളുടെ അഭിപ്രായം കൂടെ താഴെ കമൻറ്റ് ബോക്സ് എഴുതി അറിയിക്കുക. ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.